തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം എന്ന ആരോപണം ഉന്നയിച്ച യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചുരക്കൽ ചട്ടലംഘനം നടത്തിയെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗിക വിവരങ്ങൾ പരസ്യമാക്കിയത് ചട്ടലംഘനമെന്നാണ് കണ്ടെത്തൽ. ഹാരിസിനെതിരെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ ചേരുന്നു. മീര, ഒരു നടപടി നേരിടാൻ സന്നദ്ധനാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത്. പക്ഷേ നടപടിയെടുത്താൽ അത് സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയാകും എന്ന് ഈ ഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു നടപടിക്ക് ശുപാർശയില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്? ഹാരിസ് ചിറക്കൽ നടത്തിയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ റിപ്പോർട്ടിൽ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നാലംഗ വിദഗ്ധ സമിതിയാണ് ഈ ഒരു ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ സംബന്ധിച്ച അന്വേഷണം നടത്തിയത്. എന്തായാലും അതിലെ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചട്ടലംഘനം നടത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ചട്ടലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിക്ക് ശുപാർശയില്ല എന്നുള്ളതും കൂടി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശസ്ത്രക്രിയ നടത്താതിരിക്കാൻ കാരണമായത് ഈ ഉപകരണം ലഭിക്കാത്തതാണ്. അത്തരത്തിലുള്ളൊരു കാലതാമസം ഉണ്ടാകാൻ കാരണം കളക്ടറാണ് എന്നുള്ളതാണ് മറ്റൊരു കാരണം. ഉപകരണങ്ങൾ വാങ്ങാനുള്ള ഫയൽ വൈകിയത് ജില്ലാ കളക്ടർ കാലതാമസം വരുത്തിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സൂപ്രണ്ട് ഇടപെട്ടിട്ടാണ് ഉപകരണങ്ങൾ വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ പിന്നീട് വേഗത്തിലാക്കിയത് എന്നതുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഹാരിസ് ചിറക്കൽ നടത്തിയത്. ഈ തുറന്നു പറച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഈ തുറന്നു പറച്ചിലിനെ പ്രതികൂലമായി പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള മറ്റ് മന്ത്രിമാരുൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട് വന്നിരുന്നു. ആ സാഹചര്യത്തിലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പക്ഷേ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഹാരിസ് ചിറക്കൽ. എന്തായാലും ഈ ആരോപണം സിസ്റ്റത്തിന്റെ വീഴ്ച എന്നായിരുന്നു ആ ഘട്ടത്തിൽ വീണ ജോർജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പ്രതികരിച്ചത്. അതിനുശേഷമാണ് ഈ ഒരു വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് വരുന്നത്. അവർ ഇപ്പോൾ മന്ത്രിക്ക് കൈമാറിയിട്ടുള്ള റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹാരിസ് ചിറക്കലിനൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം ഹാരിസ് ചിറക്കൽ ഈ സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയത് ചട്ടലംഘനമാണ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. ലക്ഷ്മി, മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.